Assalamu alaikum. Hi children, how are you all? Let's start our class with the dua. Say, Rabbi yassir, wala tu'assir, wa tammim bil khair, wa bika nasta'inu, ya fattahu, Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. Okay, now we are studying chapter 9, soil story. The last class we talked about formation of soil. Is it? Today we can study about the components of the soil. The topic is components of the soil. We see in everyday life we can see different types of soil. Is it? Here collect a sample of soil from different places like a garden, a playground and a field. നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് സോയിലിൻ്റെ സാമ്പിൾസ് കളക്ട് ചെയ്യാം ഫ്രം ഫ്രം എ ഗാർഡൻ കുറച്ച് ഗാർഡൻ സോയിൽ എടുക്കുക ദെൻ വി ക്യാൻ ടേക്ക് സം സോയിൽ ഫ്രം ദ പ്ലേ ഗ്രൗണ്ട് ആൻഡ് ഫ്രം എ ഫീൽഡ് ദെൻ വി ക്യാൻ ഒബ്സർവ് ഈച്ച് സാമ്പിൾസ് ഓഫ് സോയിൽ വി ക്യാൻ പ്ലേസ് ദി സോയിൽ ഓൺ എ വൈറ്റ് പേപ്പർ അതായത് 3 വെള്ള ഷീറ്റ് ഓഫ് പേപ്പർ എടുക്കുക അതിനകത്ത് എന്ത് ചെയ്യുക നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന സോയിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചിട്ട് നമുക്കതിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാം ദെൻ വി ക്യാൻ സീ മെനി എന്താണ് ഡിഫറൻസസ് ഇൻ ഈച്ച് സോയിൽ നമുക്ക് കുറേ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും അല്ലേ ഓരോ സോയിലും എന്താണ് ഓരോ ടൈപ്പ് ഓഫ് സോയിലാണ് അതിനകത്ത് ലിവിങ് ക്രിയേച്ചേഴ്സും കാണും നോൺ ലിവിങ് തിങ്സും ഒക്കെ കാണും അല്ലേ മണ്ണെടുത്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സോയിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻസ് എന്താണ് യെസ് സോയിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഒരുപാട് വസ്തുതകൾ എന്തുണ്ട് സോയിലിൽ അടങ്ങിയിട്ടുണ്ട് ലെറ്റ്സ് ലേൺ അബൌട്ട് ദീസ് കമ്പോണൻസ് ബൈ ഡൂയിങ് ആൻ ആക്ടിവിറ്റി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്തിട്ട് അതിന് നമുക്കൊന്ന് അറിയാം എന്തൊക്കെയാണ് സോയിലിനകത്ത് അടങ്ങിയിരിക്കുന്ന കമ്പോണൻസ് നോക്കാം കളക്ട് സം സോയിൽ ഫ്രം ദ സ്കൂൾ ഗാർഡൻ ഇപ്പം നമുക്ക് എന്താണ് നമ്മുടെ വീട്ടിൻ്റെ ഗാർഡനിൽ നിന്ന് കുറച്ച് സോയിൽ എടുക്കുക നൗ ആഡ് ദ സോയിൽ ടു എ ഗ്ലാസ് ജാർ ഫിൽഡ് വിത്ത് വാട്ടർ എന്ത് ചെയ്യണം ഈ സോയിൽ എടുത്തിട്ട് ഒരു ഗ്ലാസ് ജാർ എടുക്കുക അതിനകത്ത് നമ്മൾ ഈ സോയിലിനെ എന്ത് ചെയ്യുക ഇടുക കുറച്ച് സോയിലെടുത്ത് ഒരു പ്ലെയിൻ ഗ്ലാസ് ജാർ എടുത്തിട്ട് അതിനകത്ത് സോയിലിനെ നമ്മൾ ഇടുക അതായത് നമ്മൾ സോയിലിങ് കളക്ട് ചെയ്യുക അതായത് സോയിൽ അരിച്ചൊന്നും എടുക്കണ്ട നമുക്ക് കുറച്ച് ഒരു പിടി സോയിലോ അല്ലെങ്കിൽ 2 പിടി സോയിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക ഒരു ഗ്ലാസ് ജാറിനകത്ത് ഇട്ടിട്ട് നമുക്കതിനെ ഒന്ന് കുറച്ച് നേരം നമുക്ക് എന്ത് ചെയ്യാം stir the mixture and allow it to stand for 15 to 20 minutes ഒരു 15-20 മിനിറ്റോളം ആ സോയിലിനെ അതിലിട്ടിട്ട് അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം യു വിൽ ഒബ്സർവ് ദാറ്റ് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് സോയിൽ ഹാവ് ഫോംഡ് ഇൻ ദിസ് ഗ്ലാസ് ജാർ അപ്പോൾ എന്ത് പറ്റും ഒരുപാട് ലെയേഴ്സ് ഇങ്ങനെ ഫോം ചെയ്യുന്നതായിട്ട് നമുക്കതിൽ മനസ്സിലാവും എന്തൊക്കെയാണത് ആഫ്റ്റർ ദ സൊല്യൂഷൻ സെറ്റിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ സോയില് ഈ ബോട്ടിലിനകത്ത് ഇട്ടിട്ട് ആ ബോട്ടിൽ എന്ത് ചെയ്യണം കുലുങ്ങാതെ അത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുക ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് അതിനകത്ത് ചെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം യു വിൽ ഒബ്സർവ് ദാറ്റ് ദ ലോവസ്റ്റ് ലെയർ കണ്ടെയ്ൻസ് പെബിൾസ് ആൻഡ് സ്മോൾ സ്റ്റോൺസ് അപ്പം നമ്മൾ സോയിൽ എടുക്കുമ്പോൾ അതിനകത്ത് എന്ത് കാണും വലിയ കല്ലുകൾ കാണും പിന്നെ ചെറിയ കല്ലുകൾ കാണും മണൽ കാണും പിന്നെ അതിനകത്ത് വേറെയും കുറേ കമ്പോണൻസ് ആണ് അപ്പോൾ എന്താണ് ലോവസ്റ്റ് ലെയർ അതായത് ഇതാണ് ഒരു ഗ്ലാസ് ജാർന്ന് വെക്കാം അപ്പോൾ നമ്മൾ എന്താണ് ഗ്ലാസ് ജാറിനകത്ത് വാട്ടറിനകത്ത് നമ്മൾ എന്താണ് സോയിലാണ് ഇടുന്നത് ഓക്കെ അപ്പോൾ ആ ജാറിൻ്റെ ഏറ്റവും താഴത്തെ ലെയറിൽ എന്താണ് ഫോം ചെയ്യുന്നത് പെബിൾസ് ആൻഡ് സ്റ്റോൺസ് ആണ് എന്താണ് ഫോം ചെയ്യുന്നത് pebbles നമുക്ക് കുറച്ച് നേരം നമ്മൾ ആ ജാറിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് ലോവസ്റ്റ് ലെയർ ഈസ് പെബിൾസ് ഓക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ദെൻ സിൻസ് പെബിൾസ് ആൻഡ് സ്മോൾ സ്റ്റോൺസ് ആർ ദ ഹെവിയസ്റ്റ്
എന്തുകൊണ്ടാണ് ഈ പെബിൾസ് ഏറ്റവും ലോവസ്റ്റ് ലെയറിൽ പോകുന്നത്? ബിക്കോസ് ഇറ്റ് ഹാസ് വെയിറ്റ് ഇല്ലേ? നമുക്ക് ഈ മണൽ എടുക്കുമ്പോൾ ഏറ്റവും വെയിറ്റ് കൂടിയ വസ്തുതകളാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും ലോവസ്റ്റ് പാർട്ടിലോട്ട് പോകുന്നത്. ദേ സിങ് ആൻഡ് സെറ്റിൽ അറ്റ് ദ ബോട്ടം ഓഫ് ദ ജാർ. അപ്പോൾ ഏറ്റവും താഴെ എന്താണ് ഫോം ചെയ്യുന്നത്? പെബിൾസ് ആണ്. ഓക്കെ. ദെൻ ദ ലെയർ അബൌവ് ദ പെബിൾസ് ആൻഡ് സ്മോൾ സ്റ്റോൺസ് ഈസ് ഫോംഡ് ഓഫ് സാൻഡ്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഇത്രയും പാർട്ടിലായിട്ട് എന്തുണ്ട്? മണൽത്തരികൾ, അതായത് സാൻഡ്. എന്താണ്? ചെറിയ 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 മണൽത്തരികളാണ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഓക്കെ. but lowest portion we have pebbles and the second lowest portion is sand. എന്താണ്? മണലാണ് അവിടെ അടിഞ്ഞുകൂടുന്നത്. ഓവർ ദ ലെയർ ഓഫ് സാൻഡ് യു വിൽ ഫൈൻഡ് ഫൈൻ പാർട്ടിക്കിൾസ് വിച്ച് മേക്കപ്പ് ദ ലെയർ ഓഫ് ക്ലേ. പിന്നെന്താണ്? അതിന് മുമ്പിൽ ഇങ്ങനെ ചെളിയൊക്കെ ഉണ്ടല്ലോ, ചെളി, ക്ലേ ആണ് അതിന് മുകളിലായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് പാർട്ടിൽ എന്താണ്? പെബിൾസ്, അതിന് മുകളിൽ സാൻഡ്, ദെൻ ക്ലേ, ആൻഡ് അപ്പർ മോസ്റ്റ് പാർട്ട് ഈസ് എന്താണ്? വാട്ടർ. അപ്പം തെളിഞ്ഞ ഒരു ചെങ്കൽ കളറ് വെള്ളം അവിടെ ഫോം ചെയ്യുന്നു. അപ്പം എന്താണ്? പ്യുവർ വാട്ടർ ആണോ? അല്ല, മണൽ കലക്കിയ വെള്ളം അല്ലേ? അപ്പോൾ ഒരു ബ്രൗൺ കളറ് വാട്ടർ അവിടെ ഫോം ചെയ്യുന്നു. ആ വെള്ളത്തിന് മുകളിൽ നമുക്കൊരു സംഗതി കാണാൻ പറ്റും. അതിനെയാണ് എന്ത്? പൊടി പടലങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. അതിൻ്റെ പേരാണെന്ത്? ഹ്യൂമസ്. എന്താണ്? ഹ്യൂമസ്. അപ്പോൾ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ്? നൗ ആഡ് ദ സോയിൽ ടു എ ഗ്ലാസ് ജാർ. അതായത് ടേക്ക് എ ബോട്ടിൽ ആൻഡ് ആഡ് ദ സോയിൽ ടു എ ഗ്ലാസ് ജാർ ഫിൽഡ് വിത്ത് വാട്ടർ. സ്റ്റിർ ദ മിക്സ്ചർ ആൻഡ് അലോ ഇറ്റ് ഫോർ 15 to 20 minutes. ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ ഒബ്സർവ് ദ ലോവസ്റ്റ് പാർട്ട് ഈസ് പെബിൾസ് ആൻഡ് എബവ് ദ ലോവസ്റ്റ് പാർട്ട് ഈസ് സാൻഡ് ആൻഡ് അതിന് മുകളിൽ എന്താണ് കാണുന്നത്? clay, and above clay we can see water, and the uppermost part we can see humus. അപ്പോൾ എന്താണ്? ഹ്യൂമസ് എന്തുകൊണ്ടാണ് ഏറ്റവും മുകളിൽ വരുന്നത്? it contains decayed plant and animal matter which is known as humus. It is very light and floats on the surface. അപ്പോൾ ജൈവ മണ്ണെന്ന് പറയും. അപ്പോൾ അതിന് പൊടിപടലങ്ങളും, അതായത് ഇറ്റ് ഈസ് decayed plant and animal matter. അതായത് നമ്മൾ ഈ ഇലകളും ജീവജാലങ്ങളൊക്കെ പൊടിപടലങ്ങളുണ്ടല്ലോ, അതാണ് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണും. ഇറ്റ് ഈസ് വെരി ലൈറ്റ് ആൻഡ് ഫ്ലോട്ട്സ് ഓൺ ദ സർഫസ്. അതിങ്ങനെ ഏറ്റവും മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നു. ബിസൈഡ് ദീസ് കമ്പോണൻറ്റ് സോയിൽ ഓൾസോ കണ്ടെയ്ൻ എയർ ആൻഡ് വാട്ടർ. സോയിലിനകത്ത് പിന്നെ എന്തൊക്കെയാണ് ഉള്ളത്? നമുക്ക് എന്തൊക്കെ ഇതാണ് കിട്ടിയത്? പെബിൾസ്, സാൻഡ്, clay, water, humus, and beside these components soil has air and water. Air വാട്ടറും ഉണ്ട്. ലെറ്റ്സ് പെർഫോം 2 more activities to learn about the soil. അപ്പോൾ എന്താണ്? കമ്പോണൻസ് ഓഫ് സോയിൽ കണ്ടെത്താനായിട്ട് നമ്മൾ ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? കുറച്ച് മണലെടുത്തിട്ട്, അതായത് ഗാർഡൻ സോയിൽ എടുത്തിട്ട് എല്ലാവരും എന്ത് ചെയ്യണം? ഒരു ഗ്ലാസ് ജാറിലിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ. നെക്സ്റ്റ് വി ക്യാൻ ഗോ സോയിൽ കണ്ടെയ്ൻസ് എയർ. എന്താണ്? സോയിൽ കണ്ടെയ്ൻസ് എയർ. അപ്പോൾ സോയിലിനകത്ത് എയർ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. സോയിൽ കണ്ടെയ്ൻസ് എയർ. എന്താണ്? നെക്സ്റ്റ് പുട്ട് സം സോയിൽ ഇൻ ആൻ എംപ്റ്റി ജാർ. ഒരു എംപ്റ്റി ജാർ എടുത്തിട്ട് എന്ത് ചെയ്യണം? കുറച്ച് സോയിൽ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കണം. നൗ സ്ലോലി pour സം വാട്ടർ ഇൻ ടു ദ ജാർ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ജാറിനകത്തോട്ട് കുറച്ച് വാട്ടർ ഒഴിച്ചു കൊടുക്കണം. ഒബ്സർവ് ദ വാട്ടർ കെയർഫുള്ളി. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ സോയിലിനെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം, നമ്മളൊന്ന് നോക്കണം എന്ത് മാറ്റമാണ് അവിടെ നടക്കുന്നത്. യു വിൽ സീ ബബിൾസ് ഇൻ ഇറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് സോയിൽ എടുക്കുക, ദെൻ അതിനകത്തൊരു കുറച്ച് വാട്ടർ ആഡ് ചെയ്യുക. ദാറ്റ് ടൈം വി ക്യാൻ സീ എന്താണ്? സം ബബിൾസ് ഇൻ ഇറ്റ്. കുറച്ച് ബബിൾസ്, കുമിളകൾ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. വെൻ വി പോർ വാട്ടർ ഓൺ ദി സോയിൽ ദ എയർ ട്രാപ്ഡ് ഇൻ ഇറ്റ് ഇസ് എസ്കേപ്പ് ഇൻ ദ ഫോം ഓഫ് ബബിൾസ്. അപ്പോൾ എന്താണ്? സോയിലിനകത്തുള്ള എന്താണ്? എയറാണ് ഈ ബബിൾസ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നത്. ദിസ് പ്രൂവ്സ് ദാറ്റ് സോയിൽ കണ്ടെയ്ൻസ് എയർ. നമ്മളെല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കണം. ഒരു ഗ്ലാസ്സിൽ കുറച്ച് സോയിൽ എടുക്കുക, ദെൻ വി ക്യാൻ ആഡ് സം വാട്ടർ ഇൻ ടു ദാറ്റ് ഗ്ലാസ്. Then we can see some bubbles
some bubbles come to the top. When we pour water in the soil, the air trapped in it escape in the form of bubble. അപ്പോൾ അതിനകത്തുള്ള എയർ ബബിൾസ് ആണ് പൊങ്ങി വരുന്നത്. ദിസ് പ്രൂവ്സ് ദാറ്റ് എയർ കണ്ടെയ്ൻസ് എന്താണ് സോയിൽ കണ്ടെയ്ൻസ് എയർ. സോയിലിനകത്ത് എയർ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് അത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് സോയിൽ എടുക്കുക, ദെൻ കുറച്ച് വാട്ടർ ആഡ് ചെയ്യുക, ദെൻ ദാറ്റ് ടൈം സം ബബിൾസ് കം ടു ദ top of this glass. When we pour water on the soil, the air trapped in it escape in the form of bubble. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? ഈ സോയിലിനകത്ത് എയർ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ആൻസർ നമുക്ക് കണ്ടെത്താനാവും. ഓക്കെ, നെക്സ്റ്റ് സോയിൽ കണ്ടെയ്ൻസ് വാട്ടർ. അപ്പോൾ എന്താണ് സോയിലിനകത്ത് ഇപ്പോൾ എന്തൊക്കെ കമ്പോണൻസ് ആണ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ സോയിലിനകത്ത് പെബിൾസ് ഉണ്ട്, ദെൻ സാൻഡ്, ക്ലേ, വാട്ടർ ആൻഡ് ഹ്യൂമസ്. പിന്നീട് എന്താണ്? സോയിൽ കണ്ടെയ്ൻസ് എയർ. ദർ ഇസ് അനദർ എക്സ്പെരിമെൻറ്റ്, സോയിൽ കണ്ടെയ്ൻസ് വാട്ടർ. സോയിലിനകത്ത് എന്താ ഉള്ളത്? വാട്ടറും ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് അടുത്തത്. നമ്മൾ എന്ത് ചെയ്യണം? വി ക്യാൻ ടേക്ക് സം സോയിൽ ഫ്രം എ ഗാർഡൻ, പുട്ട് ദി സോയിൽ ഇൻ എ ജാർ ആൻഡ് കവർ ഇറ്റ് വിത്ത് എ ലിഡ്. ഇപ്പോൾ ഒരു ഗ്ലാസ്സിനകത്ത്, ഒരു ജാറിനകത്ത് കുറച്ച് സോയിൽ എടുക്കുക, അതിനൊരു ലിഡ് വെച്ച് കവർ ചെയ്യുക. ഓക്കെ, ആസ്ക് ആൻ അഡൽട്ട് ടു ഹെൽപ്പ് യു ടു ഹീറ്റ് ദ ജാർ ആൻഡ് ലിഫ്റ്റ് ദ ലിഡ് ആഫ്റ്റർ സം ടൈം. അപ്പം നമുക്ക് സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട, നമ്മുടെ വീട്ടിലെ മുതിർന്നവരുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യണം? ആ ജാറിനെ ഒന്ന് ചൂടാക്കാം. ഓക്കെ, അപ്പോൾ ചൂടാക്കിയിട്ട് യു വിൽ ഒബ്സർവ് ടൈനി ഡ്രോപ്സ് ഓഫ് വാട്ടർ ഓൺ ദ ലിഡ്. അതിൻ്റെ ആ ലിഡ് ഉണ്ടല്ലോ, ആ ജാറിൻ്റെ ആ ലിഡിനകത്ത് എന്താണ്? ടൈനി ഡ്രോപ്സ് ഓഫ് വാട്ടർ ഇങ്ങനെ ഫോം ചെയ്യും. നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്യണം. ആ സോയിലിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ആ ലിഡിനകത്ത് എന്താണ്? ലിഡ് നമ്മളിങ്ങനെ പാത്രത്തിന് അടപ്പിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ടൈനി ഡ്രോപ്സ് ഓഫ് വാട്ടർ കാണാൻ പറ്റും. വെൻ ദ സോയിൽ ഈസ് ഹീറ്റഡ്, ദ വാട്ടർ ഇൻ ഇറ്റ് ഇവാപ്പറേറ്റ്സ് ടു ഫോം വേപ്പേഴ്സ്. ഇപ്പോൾ സോയിൽ ഇങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിനകത്തുള്ള വാട്ടർ ഇവാപ്പറേറ്റ്, ആ സോയിലിനകത്തുള്ള വാട്ടറാണ് എന്ത്? ബാഷ്പീകരിച്ച് അതിൻ്റെ വേപ്പേഴ്സായിട്ട് എവിടെ ഫോം ചെയ്യുന്നു? ആ ലിഡിൻ്റെ അകത്ത് ഫോം ചെയ്യുന്നു. ദീസ് വേപ്പേഴ്സ് കണ്ടൻസ് ഓൺ ദ ലിഡ് ആസ് ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. അപ്പോൾ ഈ സോയിലിനകത്തുള്ള വാട്ടറാണ് എന്ത്? ചൂട് കൊണ്ട് ബാഷ്പമായി മുകളിലോട്ട് പോയിട്ട് എന്ത് ചെയ്യുന്നു? ലിഡിനകത്ത് ചെറിയ ഡ്രോപ്സ് ആയിട്ട് വന്നു ചേരുന്നു. ദിസ് ആക്ടിവിറ്റി പ്രൂവ്സ് ദാറ്റ് സോയിൽ കണ്ടെയ്ൻസ് വാട്ടർ. അപ്പോൾ സോയിലിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത്? എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, പിന്നെ മെനി അതർ കമ്പോണൻസ് നമ്മൾ പഠിച്ചില്ലേ? പെബിൾസ്, സാൻഡ്, വാട്ടർ, ക്ലേ ആൻഡ് ഹ്യൂമസ്. ഓക്കെ, ദീസ് എക്സ്പെരിമെൻറ്റ്സ് പ്രൂവ് ദാറ്റ് സോയിൽ കണ്ടെയ്ൻസ് വാട്ടർ, clay, sand, pebbles, small stones, water, air and humus. Okay, so inshallah you all read the textbook well, and you can read textbook 3 or more times, then you can understand the portion. Inshallah we can meet in the next class. Assalamu alaikum warahmatullahi wabarakatuh.